ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരാഴ്ചയില്ല കണ്ടിട്ട്. കാരണം എന്താ നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ സിക്സ്ത് സെൻസ് മലയാളം ടീമിന് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇങ്ങനെ സ്ട്രൈക്ക് കിട്ടിയാലൊക്കെ അറിയിക്കുന്നതിനായിട്ട് നിങ്ങളെല്ലാ പ്രേക്ഷകരും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും സിക്സ്ത് സെൻസ് മലയാളത്തിൻ്റെ മറ്റ് ചാനലുകളായിട്ടുള്ള ടോക്ക് സ്പീഡ്, ഫാക്ടറി ടി വി എന്നീ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം നിൽക്കണം കേട്ടോ. ഓക്കെ, അതിൻ്റെ ലിങ്ക്സ് എല്ലാം തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുക്കാം. ഓക്കെ, പിന്നെ മറക്കണ്ട ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ ഐഡി കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കട്ട് സപ്പോർട്ട് അടിച്ചോളൂ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ, അടിപൊളി ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സ്റ്റാർട്ട്. റോഡുകളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാഴ്ചകളാണ് വാഹനങ്ങളും അപകടങ്ങളും. ലോകത്തുള്ള ഏതൊരു റോഡിലും എല്ലാ കാലത്തും ഈ കാഴ്ചകൾ അരങ്ങേറുന്നുണ്ട്. ഇതല്ലാതെ ചില അപ്രതീക്ഷിത കാഴ്ചകൾക്കും വേദി കൂടിയാണ് റോഡുകൾ. അപ്പോൾ ഇന്ന് സിക്സ്ത് സെൻസ് മലയാളം നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ചില ഇൻക്രെഡിബിൾ ആയിട്ടുള്ള റോഡ് മൊമെന്റ്സിനെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്ട്രൈറ്റ്ലി. വളരെ ശാന്തമായിട്ടുള്ള ഒരു റോഡിൽ ഒരു മൂലയ്ക്ക് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഒരു ടാങ്കിൽ വലിയ ലോഡ് ക്യാരി ചെയ്യുന്നുമുണ്ട്. കുറെ ആളുകളും ചുറ്റുമുണ്ട്. പെട്ടെന്നാണ് ആ ടാങ്ക് ലീക്കായത്. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ റോഡ് മൊത്തം അതിനുള്ളിലെ സിമന്റ് അങ്ങ് വ്യാപിച്ചു. കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി ഇന്നെങ്കിലും ഓഫീസിൽ നേരത്തെ എത്തണമെന്ന ലക്ഷ്യവുമായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വരുമ്പോഴായിരിക്കും ഇതുപോലുള്ള പണികൾ സാധാരണക്കാരെ തേടിയെത്തുന്നത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ വണ്ടി കംപ്ലൈന്റ് ആവുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ കംപ്ലൈന്റ് ആയ ഒരു കാറിനെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പിക്കപ്പിനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. സാധാരണ കെട്ടിവലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, എന്നാൽ ഈ രീതി ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതിലേക്ക് ഈ വണ്ടി എങ്ങനെ കയറ്റി ഇനി എങ്ങനെ ഇറക്കുമെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. സംഭവം വർക്കൗട്ടായില്ലേ, അത്ര മതി, ദാറ്റ്സ് ഓൾ. ആദ്യം കെട്ടിവലിച്ചുകൊണ്ട് പോകാനായിരുന്നു ഇവരുടെ പ്ലാൻ കേട്ടോ. എന്നാൽ ഈ തിരക്കിനിടയിൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയായിരിക്കാം അവരെ അതിന് തടഞ്ഞത്. കെട്ടിവലിച്ച് കൊണ്ടുപോകാമെന്ന് കരുതിയ ട്രാക്ടർ ലോറി അങ്ങനെ ചെയ്തപ്പോൾ ഫ്രണ്ട് പൊളിഞ്ഞു വീഴുന്ന കാഴ്ച കണ്ടാൽ ഏതൊരാളും കെട്ടിവലിക്കാനൊന്നും മടിക്കും. ഇനി എങ്ങാനും ഫ്രണ്ട് പൊളിഞ്ഞാലോ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരു സംഭവം വെച്ച് കെട്ടിവലിക്കുന്നതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം വണ്ടി റോഡിൽ കംപ്ലൈന്റ് ആയി കിടന്നാൽ അന്നും ഇന്നും ആദ്യം ചെയ്യുന്നത് ഈ പരിപാടി തന്നെയാണ്. ഒരു പ്രാവശ്യം ഫ്രണ്ട് പൊളിഞ്ഞു പുറത്തു വന്നു എന്ന് പറഞ്ഞ് അതിനെ എഴുതിത്തള്ളാൻ വരട്ടെ. ദാ ഇവിടെ ഒന്നും പറ്റാത്തതിൽ സന്തോഷിച്ച് ഡാൻസ് കളിച്ചു പോകുന്ന കാറുകൾ വരെ ഉണ്ട്. ഡാൻസ് കളിക്കുന്നതും കെട്ടിവലിക്കുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ. റോഡിൽ വണ്ടി കംപ്ലൈന്റ് ആവാതെ കിടക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയെപ്പറ്റി മനസ്സിലാക്കണം. ഡ്രൈവിംഗ് അതിൽ നന്നായിട്ട് അറിയുകയും വേണം. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ ഡ്രൈവർക്ക് കഴിയണം. പെട്ടെന്ന് ഒരു ദിവസം റോഡ് കണ്ടില്ലെങ്കിലും വണ്ടി ഓടിക്കാനുള്ള മനക്കരുത്ത് വേണം. അതിപ്പോൾ മഴയാണെങ്കിലും പ്രളയമാണെങ്കിലും മഞ്ഞാണെങ്കിലും. മഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. വണ്ടി ഓണാക്കി ഇട്ടുകൊണ്ട് വെറുതെ വായും പൊളിച്ച് നിൽക്കരുത്. ഇന്നത്തെ കാലത്തെ വണ്ടികൾക്ക് ഓടിയാൽ മതി, അതിൽ ആള് കയറിയിട്ടുണ്ടോ എന്നൊന്നും ഒരു വലിയ പ്രസക്തിയില്ല. ഇത് ഓട്ടോമാറ്റിക് യുഗമാണല്ലോ. ഇനി ഓട്ടോമാറ്റിക് അല്ലാത്ത വാഹനങ്ങളിൽ ആള് ഉള്ളിൽ കയറിയിട്ടില്ല എങ്കിൽ പേടിക്കണ്ട. അത് വഴിയിലൂടെ പോകുന്ന ഏതേലും ഒരുത്തന്റെ നെഞ്ചത്തോട് കയറിക്കോളും. ഒരു വലിയ ട്രക്കിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വളവ് വളയ്ക്കുക എന്നത്. അപ്പോൾ വളവിൽ വെച്ച് ബ്രേക്ക് ഡൗൺ കൂടി ആയാലോ, ഒരുമാതിരി തുമ്മലും വയറിളക്കും കൂടി ഒരുമിച്ച് വന്ന അവസ്ഥയായിരിക്കും. അങ്ങനെ പെട്ടുപോയിട്ടുള്ള ഒരു ഡ്രൈവറെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പുള്ളി അവിടുന്ന് ആ വണ്ടി മാറ്റിയാൽ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ട്രക്ക് ഡ്രൈവറുടെ പിതാവിന്റെ നാമമായിരിക്കും പുറകിലുള്ളവർ ജപിക്കുന്ന മന്ത്രധ്വനി. ഇനി പുള്ളി അവിടുന്ന് ആ വണ്ടി മാറ്റാതെ ആ വഴി തന്നെ ഒരാൾ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അയാൾ കാൽനട യാത്രക്കാരനായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡർ ആയിരിക്കണം. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി, ബാക്കി കാര്യം അവർ നോക്കിക്കൊള്ളുമല്ലോ. പുഷ്പം പോലെ അങ്ങ് കടന്നു പോകും. വേണമെങ്കിൽ അവസാനം വണ്ടിയെ തന്നെ കെട്ടിവലിച്ച് അവിടെ നിന്ന് മാറ്റിക്കൊടുക്കാൻ അവർക്ക് പറ്റും. സാധാരണ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളാണ് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത്. അതിന് തന്നെ മതിയായ സർവീസുകൾ ഇല്ല. അതിന്റെ ആകാശത്തൂടെ പോകുന്ന വാഹനങ്ങളും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഭൂലോക കഷ്ടാണ്. ആകാശത്ത് കൂടിയും ഇതുപോലെ ബ്രേക്ക് ഡൗൺ അയാൾ കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് കണ്ടുപിടിക്കുക വളരെ നന്നായിരിക്കും. എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വീട് പണി നടക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഷോർട്ടേജ് ആണ്, കുറച്ച് സിമെന്റ് ഒക്കെ എടുക്കണം. പിക്കപ്പ് വിളിച്ചാൽ 3 ചാക്ക് സിമെന്റ് കുറയ്ക്കേണ്ടി വരും. സിമെന്റ് ഉണ്ടെങ്കിലേ മേസ്തിരി സമ്മതിക്കത്തുള്ളൂ. ഒരു കാർ കയ്യിലുണ്ട്, പിന്നെ പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന മോനെയും കൂട്ടി സ്വന്തം കാറിൽ സിമെന്റ് അങ്ങ് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇതാകുമ്പോൾ വെറുതെ നോക്കിയാൽ മതി, വണ്ടിക്കൊപ്പം അതിങ്ങ് പോന്നോളും. കയറ്റണ കൂലി, ഇറക്കണ കൂലി, കാർ വാഷ് തുടങ്ങിയ ഒന്നും തന്നെ വേണ്ട. ഡെയിലി ലൈഫിൽ പലർക്കും അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മികച്ച ഐഡിയകളാണ് റോഡുകളിൽ അരങ്ങേറുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു വാഹനത്തിന്റെ കപ്പാസിറ്റി നമുക്ക് ബോധ്യമാകുന്നത് നമ്മൾ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം വേറൊരാൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് അല്ലെ. ഒരു കുതിരയെ കാറിന്റെ ബാക്കിൽ ഇട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് പറ്റുമെന്ന് ഒരാൾ കാണിച്ചു കൊടുത്തു, അടുത്ത ആള് ഇതിലും ചെറിയ ഒരു കാറിൽ വേറൊരു കുതിരയുമായി പോകുന്നതും കാണാം. അതൊക്കെ പോട്ടെ, അപ്പൊ പിന്നെ കുതിര എന്തിന്?
റോഡിലെ ചെളിയിൽ അറിയാതെ ഒന്ന് പെട്ടുപോയി. തൊട്ടടുത്ത് നിന്ന ഒരുത്തനോട് കഷ്ടകാലത്തിന് സഹായം ചോദിച്ചു. അവൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. എന്റെ ആക്ഷൻ അനുസരിച്ച് കാർ എടുത്താൽ മതി, കയറി പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതും പറഞ്ഞ് അവൻ ആക്ഷനും കിട്ടു. പിന്നീട് കണ്ടത് കാറും അവനും ഡാൻസ് കളിക്കുന്നതാണ്. ഈ കളി കണ്ട് പുറത്തുനിന്ന് വേറൊരുത്തൻ വന്ന് അവരുടെ കൂടെ ചേർന്ന ഒരൊറ്റ ഫ്രെയിമിൽ 3 മണ്ടന്മാരെ നമുക്ക് കാണാം. മൂന്നാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആ കാർ ഡ്രൈവർ തന്നെ, അല്ലാണ്ട് ആര്? ഇനി നമുക്ക് കുറച്ച് ഡ്രിഫ്റ്റിംഗ് കണ്ടാലോ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാണ് ഒരു മനുഷ്യനെ കള്ളനും കൊള്ളക്കാരനും കൊലപാതകയും ഒക്കെ ആക്കുന്നത്. ഡ്രിഫ്റ്റിംഗ് എന്നത് ഒരു സ്കില്ലാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ സ്കില്ലില്ലാത്തവർ നന്നായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. അതും പഠിച്ചു ചെയ്യുന്നവരെക്കാൾ കിണ്ണനായിട്ട് തന്നെ. ഒരു നല്ല ഡ്രൈവർ എന്നാൽ തനിക്ക് മുന്നിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിവുള്ള ആളായിരിക്കണം എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് മഞ്ഞുകട്ടകൾ വന്ന ഗ്ലാസ് ഫുൾ മൂടിയാൽ പോലും നിങ്ങളുടെ കൺട്രോൾ വിടാതെ ഓടിക്കാനും സാഹചര്യത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും കഴിയണം. പിക്കപ്പുകൾ ലോഡ് കൊണ്ടുപോകാനുള്ളവയാണ്, എന്നാൽ അതിനും ചില പരിധികളൊക്കെയുണ്ട്. ഇതൊന്ന് നോക്കി, ഒരു പിക്കപ്പിൽ കൊണ്ടുപോകുന്ന ലോഡാണിത്. ശരിക്കും ഒരു ട്രക്കിൽ കയറേണ്ട ഐറ്റുണ്ട് കേട്ടോ. പക്ഷേ കൊടുക്കാൻ കാശില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ചെയ്യേണ്ടി വരും. ഇമാതിരി എടുത്തു പൊങ്ങാത്ത ലോഡൊക്കെ കയറ്റി ഇറക്കിയിട്ടും അവസാനം പോരാ, വലിവില്ല എന്ന കമന്റ് പിക്കപ്പിനെ നോക്കി പറഞ്ഞില്ലെങ്കിൽ യാതൊരു സമാധാനം കിട്ടത്തില്ല. പാവം നമ്മുടെ പിക്കപ്പ്. സമാധാനത്തോടെ ട്രാഫിക് റൂളൊക്കെ പാലിച്ച് പതുക്കെ വണ്ടിയെടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് പണി തരാനായിട്ട് ഇത്തരം ചില സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ടയർ ഊരിപ്പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആർക്കും അപകടമൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഒരു വലിയ അപകടത്തിനുള്ള കാരണമാകാൻ ഇതൊന്നും മതി. ടയറുകൾ വേണ്ട രീതിയിൽ മുറുക്കാതെയും മറ്റും വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നത് പതിവാണ്. പലരും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ അശ്രദ്ധ മൂലം നിരവധി ജീവനുകൾ റോഡുകളിൽ പൊലിഞ്ഞിട്ടുമുണ്ട്. ഇനി ഇങ്ങനത്തെ റോഡിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുമ്പോഴായിരിക്കും ആകാശത്തോടെ ഓടുന്ന വിമാനങ്ങളും അതുപോലെ മലയിൽ നിന്നൊക്കെ ചാടുന്നവന്മാരൊക്കെ മുന്നിൽ വന്ന് വിടുന്നത്. ആരും എന്ത് ചെയ്താലും പണി കിട്ടുന്നത് റോട്ടിലുള്ളവന് തന്നെയല്ലേ. ഈ ഹൈഡ്രോളിക് സസ്പെൻഷനും കയറ്റി വരുന്ന വഴിയിൽ സിഗ്നൽ റെഡ് കത്തിയത് കൊണ്ട് നിർത്തേണ്ടി വന്നു. എന്തായാലും പോകാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ പിന്നെ സസ്പെൻഷൻ ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് കരുതി ഷോ കാണിക്കാൻ തുടങ്ങിയതാണ് നമ്മുടെ ഈ മച്ചാമാരി. പറയാതിരിക്കാൻ കഴിയത്തില്ല, നല്ല അടിപൊളി സസ്പെൻഷൻ. എന്നാ ലിഫ്റ്റിംഗ് ആണ്, പറഞ്ഞു തീർന്നില്ല, അതേ കിടക്കുന്നു തജം തകജം. എന്തായാലും ഇനി അവന്മാരുടെ വീട്ടിലുള്ളവരുടെ കാര്യത്തിൽ പിറകിൽ കിടക്കുന്നവർ തീരുമാനമാക്കിയിട്ടുണ്ടാകും. നല്ല കുറച്ച് കാര്യങ്ങൾ അവരും കേട്ട് കാണുമല്ലേ. പിന്നെ അവിടെ ചുരുളിയിലെ സിനിമ ഡയലോഗ്സ് ഒക്കെ ആണെന്നാണ് കേട്ടത്. പുറത്ത് നല്ല മഞ്ഞുവീഴ്ച, ഒന്ന് വെറൈറ്റി ആയ രീതിയിൽ ഒന്ന് ആസ്വദിക്കണം. അപ്പൊ തന്നെ എടുത്ത് കെട്ടി സോഫയുടെ പിന്നിൽ കയറി ഇരിക്കുക, വണ്ടി ഓണാക്കുക, കാണാനുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ടങ്ങ് കാണുക, അത്രേ ഉള്ളൂ. മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോകണം എന്ന് കരുതിയപ്പോൾ മുമ്പിലൊരു കാട്ടുമഞ്ഞ് തടസ്സമായി നിൽക്കുന്നു. കുറേ ഹോൺ അടിച്ചിട്ടും കക്ഷയ്ക്ക് യാതൊരു കുലുക്കമില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരുടെ സ്ഥലം കയ്യേറി റോഡ് നിർമ്മിച്ചിട്ട് അവരോട് പോകാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അല്ലേ. വണ്ടി നേരെ ഓടിക്കാൻ തന്നെ പലർക്കും പാടാണ്. ചിലർക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. റിവേഴ്സ് ഓടിക്കാനും നല്ല സ്കില്ല് വേണം. ചിലർ ഇതിലും മികച്ചു നിൽക്കും. എന്നാൽ അധികം പേർക്കും ഇല്ലാത്ത ഒരു സ്കില്ലാണ് സ്ലൈഡ് ചെയ്ത് വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഒന്നും പറ്റിയില്ല എങ്കിൽ അത് സ്കില്ല്, എന്തെങ്കിലും പറ്റിയാൽ അത് ആക്സിഡന്റ്. ഇവിടെ ഈ ഡ്രൈവർക്ക് സ്കില്ലാണോ അത് അബദ്ധമാണോ എന്നറിയില്ല. എന്തായാലും പുള്ളി അതങ്ങ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ റോഡുകളിൽ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. രസകരമായ വീഡിയോകളുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കൂടി കാണാൻ സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ ചാനൽ സന്ദർശിക്കണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കാത്തിരിക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ. സിക്സ്ത് സെൻസ് മലയാളം.